നമ്മൾ കാണാൻ പോകുന്നത് ഏതാനും ചില ചതിക്കുഴികൾ. ചതിയനായതുകൊണ്ട് ചതിക്കുഴി ഉണ്ടാക്കും. അറിയാം, ചില മൃഗങ്ങളെയൊക്കെ പിടിക്കാൻ വേണ്ടി അവർ ഈ കിടങ്ങ് കുഴിച്ച് അങ്ങനെ അതിനകത്ത് പിടിച്ച് കാട്ടിക്കൊണ്ടുപോകുന്നതൊക്കെ ചതിക്കുഴി, സാത്താൻ കുത്തും. അപ്പം അതുകൊണ്ട് അതിൽ വീഴാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധയുള്ളവരാകണം. നിങ്ങളാ പഞ്ചകന്റെ പഞ്ചതന്ത്രം ആ പുസ്തകത്തിനകത്ത് കുറച്ച് ചതിക്കുഴികളെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഏതാനും ചതിക്കുഴികൾ നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ദൈവമക്കളായി നമ്മൾ സ്വർഗത്തിലെത്തുന്നതിന് പകരം നരകത്തിലെത്തും. അതാണ് സാത്താൻ രാവും പകലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴും ഉറക്കമില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവനാണ് സാത്താൻ. അവന് ഊണുമില്ല, ഉറക്കവുമില്ല. എന്തിനാ? ഈ ദൈവരാജ്യത്തിൽ പെടുന്നവരെ എങ്ങനെയെങ്കിലും മോഷ്ടിച്ച് അവന്റെ രാജ്യത്തിലേക്ക്, സാത്താന്റെ രാജ്യത്തിലേക്ക് ഒന്ന് കൊണ്ടുവരണം. അങ്ങനെ ഓരോരുത്തരെയും അവന് കിട്ടുമ്പം അവന്റെ രാജ്യത്ത് ഭയങ്കര ആഘോഷമാണ്. ദൈവരാജ്യത്ത് അതിൻ്റെതായിട്ടുള്ള സങ്കടവും വേദനയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ വീഴാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. സാത്താന്റെ ഒന്നാമത്തെ ചതിക്കുഴിയാണ് ലോകത്തിലും ലോകമോഹങ്ങളിലും നമ്മളെ കുടുക്കി നമ്മുടെ നിത്യത മറയ്ക്കുക. നമ്മള് ക്രിസ്ത്യാനികളായ നമ്മുടെ ലക്ഷ്യം എന്താ? സ്വർഗത്തിൽ പോകണം. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം, നേട്ടം എന്ന് പറയുന്നത് സ്വർഗം. ഇതെങ്ങനെയെങ്കിലും നമ്മളിൽ നിന്നും മറച്ചു വെച്ച് ലോകം ഇതാണെന്ന് ജീവിതം, അങ്ങനെ ലൗകികതയിൽപ്പെട്ട് ലോകമോഹങ്ങളിൽപ്പെട്ട് അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ കാണും. ചിലപ്പോൾ ചില പിള്ളേരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അവരോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞെന്നാൽ ഒരു ദൈവിക കാര്യം പോലും അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ചോദിച്ചു പിടിച്ച് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ലോകത്തിൻ്റെ അടിമത്തത്തിൽ, ലോകത്തിൻ്റെ, അത് ചിലപ്പോൾ ഫോണായിരിക്കാം, ലൈംഗിക സുഖമായിരിക്കാം, ധനമോഹമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവരെ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ദൈവികമായൊരു ചിന്ത അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ചില വിശുദ്ധരുടെ കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ചില വിശുദ്ധര്, വിശുദ്ധ ബ്രൂണോ എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹം റോമിലുണ്ടായിരുന്ന, റോമിലെ ജനബാഹുല്യം, അതുപോലെ തന്നെ റോമിലെ ഭൗതിക ജീവിതം, ഈ മാർപ്പാപ്പ അവിടെയൊക്കെ ഉണ്ടെങ്കിലും റോമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഭൗതിക ജീവിതത്തിന് ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ. ഒരുപാട് ഇടയ്ക്ക് മാർപ്പാപ്പയെ കാണാനൊക്കെ അവിടെ ബസിലിക്കായിലൊക്കെ പോയെന്ന് വരും. ഇത് കഴിഞ്ഞിങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൗകിക ജീവിതത്തിൽ മുഴുകി കഴിയുന്നവർ. ഇങ്ങനെ ഒരു ചുറ്റുപാടിൽപ്പെട്ട ബ്രൂണോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ റോമിൽ നിന്നാൽ എൻ്റെ ഏകാന്തത അതെല്ലാം എനിക്ക് നഷ്ടപ്പെടും. എൻ്റെ സെറനിറ്റി ഓഫ് മൈൻഡ്, എൻ്റെ മനസ്സിൻ്റെ ശാന്തത അതെനിക്ക് നഷ്ടപ്പെടും. എനിക്കിതൊന്നും വേണ്ട. അങ്ങനെ അദ്ദേഹം മാർപ്പാപ്പായുടെ പെർമിഷൻ വാങ്ങിച്ച് അവിടുന്ന് വിട്ടുപോയ വ്യക്തിയാണ് വിശുദ്ധ ബ്രൂണോ. ഇവിടെ നമ്മളൊക്കെയാണ് എങ്ങനെയെങ്കിലും എൻ്റെ ദൈവം മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും റോമിലൊന്ന് കൊണ്ടുപോയി എത്തിക്കണേ, റോമൊന്ന് കാണാനുള്ള കൃപ തരണേ എന്ന് പറഞ്ഞായിരിക്കാം നമ്മുടെ പ്രാർത്ഥന. റോമിൽ എല്ലാ സുഖസൗകര്യങ്ങളുടെയും നടുവിൽ കഴിഞ്ഞ ആള് എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഏകാന്തവാസത്തിലേക്ക് ഓടിപ്പോയി. പറയുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൗകികത നമ്മെ ദൈവിക ചിന്തയിൽ നിന്നും മറയ്ക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഠരാസിയൂസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട് കേട്ടോ, നമ്മൾ കേട്ടിട്ടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊട്ടാരത്തിൽ ജീവിച്ചവനാണ്. കൊട്ടാരം എന്ന് പറയുമ്പോൾ നല്ല സുഖമായ ഭക്ഷണം, പാനീയങ്ങൾ, അങ്ങനെ എല്ലാവിധ സുഖങ്ങളുമുള്ള സ്ഥലമാണ് കൊട്ടാരം. കൊട്ടാരത്തിൽ ജീവിച്ച ഠരാസിയൂസ് അദ്ദേഹം ജീവിച്ചത് എങ്ങനെയാണെന്നറിയോ?
ഒരു സന്യാസിയെ പോലെ. പുള്ളിക്ക് അതിന് അങ്ങനെ ഒരു നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സന്യാസി ജീവിക്കുന്നത് പോലെ ഉപവാസം, പ്രാർത്ഥന, പരിത്യാഗ പ്രവർത്തികൾ അങ്ങനെയൊന്നും ജീവിക്കാൻ ബാധ്യസ്ഥനൊന്നും ആയിരുന്നില്ല. കൊട്ടാരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് അതിനേക്കാൾ എനിക്ക് സന്തോഷം ഈ സന്യാസ ജീവിതമാണ് എന്ന് പറഞ്ഞ് ഒരു സന്യാസിയെ പോലെ കൊട്ടാരത്തിൽ ജീവിച്ച വിശുദ്ധനാണ് വിശുദ്ധ ടെരാസിയൂസ്. പ്രിയപ്പെട്ടവരെ, വേണമെങ്കിൽ നമുക്ക് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റി ദൈവം തരുന്ന ആനന്ദത്തിലേക്ക്, എനിക്ക് എൻ്റെ ആത്മാവ് രക്ഷപ്പെടണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, ആ സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കാൻ എനിക്ക് പറ്റണം. ഒരു വിശുദ്ധൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള വസ്തുക്കൾ എത്ര നിസ്സാരമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. നമുക്ക് ഈ തീറ്റയും കുടിയും ഡ്രസ്സും ആഭരണങ്ങളും അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വണ്ടിയും ടൂറടിച്ച് നടക്കുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് വിലപ്പെട്ടതെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? മുകളിലോട്ടൊരു നോട്ടമില്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊരു ചിന്തയില്ല. എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ എനിക്ക് കിട്ടാവുന്ന സുഖമെല്ലാം കിട്ടണം. അത് എന്തേരം സുഖം കിട്ടിയാലും പോരാ, ഇതിനേക്കാൾ കൂടുതൽ വേണം എന്നുള്ള ആ ഒരു ചിന്തയിൽ മുമ്പോട്ട് പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് രാജാവ് നമുക്കറിയാമല്ലോ. ദാവീദ് രാജാവിന് ഭാര്യമാരുണ്ടായിരുന്നു. ജഡസുഖം, ലൈംഗിക സുഖം അനുഭവിക്കാനായിട്ട് ഒന്നും രണ്ടൊന്നുമല്ല, ഭാര്യമാര്. അതെല്ലാം ഉണ്ടായിട്ടും ബത്ശബയെ കണ്ടപ്പം, അത് വേറൊരാളുടെ ഭാര്യയാണ്, ഉറിയയുടെ ഭാര്യ. ബത്ശബയെ കണ്ടപ്പോൾ അവന് അവളിൽ അഭിലാഷം തോന്നി, അവളെയും പ്രാപിച്ച് അവളെ ഗർഭിണിയാക്കി. പിന്നെ മുമ്പോട്ടുള്ള ആ ജീവിതത്തിൽ വന്ന ദുരിതങ്ങൾ, ക്ലേശങ്ങൾ, അങ്ങനെ ഉണ്ടായ കൊച്ച് അവസാനം രോഗം ബാധിച്ച് മരിച്ചു. ആ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി, ആ കൊച്ച് ജീവൻ നിലനിർത്താൻ വേണ്ടി 7 ദിവസം നിലത്ത് കിടന്ന് ഉപവാസം നോക്കി പ്രാർത്ഥിക്കുന്ന ദാവീദിനെ കാണാൻ പറ്റും. ഈ വ്യഭിചാരത്തിലൂടെ കിട്ടിയ സുഖം എന്നാ ഉണ്ടായിരുന്നു? എത്ര നേരത്തേക്ക് ഉണ്ടായിരുന്നു? പക്ഷെ ആ നിമിഷ നേരത്തെ ആ സുഖത്തിന് വേണ്ടി പോയപ്പോഴത്തേക്കും എത്ര ദിവസത്തെ, എത്ര വർഷത്തെ ഒരു വേദനയിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പാപസുഖം വിട്ടിട്ട് സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗം തരുന്ന ആ ഒരു ആനന്ദം അത് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് അനുഭവിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി നമ്മൾ ജീവിക്കണം. വിശുദ്ധ സാബാസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ സാബാസ്. അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആശ്രമത്തിലേക്ക് പോകേണ്ടി വന്നത്. ആശ്രമ ജീവിതം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന സ്വത്തും സൗഭാഗ്യങ്ങളും അതിനെല്ലാം വേണ്ടി വീട്ടുകാര് കേസും കളിച്ച് അത് കോടതിയിലെത്തി. അങ്ങനെയെല്ലാം വന്ന് ആ ഒരു സാഹചര്യത്തിലാണ് പുള്ളി ഇതിനോടെല്ലാം അതിർത്തി തോന്നിയിട്ട് നേരെ ആശ്രമവാസത്തിലേക്ക് പോയി. ഇത് കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളെല്ലാം മാറി ഇവര് വീട്ടുകാർ തന്നെ വിളിച്ചു, സാബാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തിരിച്ചു വാ, കാര്യങ്ങളെല്ലാം സെറ്റിൽഡ് ആയിട്ട് ഉണ്ട്, നീ തിരിച്ചു വന്നിട്ട് നിനക്ക് സുഖമായിട്ട് വീട്ടിൽ ജീവിക്കാം. സാബാസ് വിളിച്ചു പറഞ്ഞ എന്താണെന്നറിയോ വിശുദ്ധൻ? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ലോകത്തിൻ്റെ വഞ്ചനയും ആശ്രമ ജീവിതത്തിൻ്റെ മാധുര്യവും ഞാൻ തിരിച്ചറിഞ്ഞു. ലോകത്തിൻ്റെ വഞ്ചനയും ആശ്രമ ജീവിതത്തിൻ്റെ മാധുര്യവും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താ? എനിക്ക് ആശ്രമ ജീവിതത്തിൽ തുടരാനാണ് ഇഷ്ടം, അതിൻ്റെ മാധുര്യം മതി. നിങ്ങളീ പറയുന്ന ലോകസുഖം എനിക്കത് വേണ്ട, ആ സമ്പത്തും സൗഭാഗ്യങ്ങളും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തിൽ തന്നെ തുടരുന്ന ഒരു വ്യക്തിയായിട്ട് ഈ സാബാസിനെ, അങ്ങനെ ആ മനുഷ്യൻ വിശുദ്ധനായിട്ട് മാറുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പല മേഖലകൾ, ഞാൻ പറഞ്ഞില്ല, ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലാണ് സാത്താൻ നമുക്ക് ചതിക്കുഴി കുത്തുന്നത്. അതിൽ ഒരു കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മളെ ഈ ലോകത്തിൽ കുടുക്കി നമ്മുടെ നിത്യത എടുത്തു കളയാനുള്ള ആ ഒരു പരിശ്രമം സാത്താൻ നടത്തും. നമുക്കിനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സാത്താൻ ഇടുന്ന
ഉപയോഗിക്കുന്ന ചില ചൂണ്ടകളുണ്ട് കേട്ടോ. ചൂണ്ടയെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ? ചൂണ്ടയിടാൻ പോയിട്ടുണ്ടോ? ചൂണ്ടയിടാൻ ഇല്ലേലും നിങ്ങൾക്ക് അറിയാമല്ലേ? നമ്മൾ ചൂണ്ടയിടുമ്പോൾ നമുക്കറിയാം, ചൂണ്ടയിൽ ഇച്ചിരി തീറ്റി അത് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും മീൻ ആകപ്പാടെ കാണുന്നത് ആ തീറ്റി, അതിനകത്ത് ചൂണ്ടയൊന്നും കാണാറില്ല. അതുകൊണ്ട് അടിച്ച കോളാന്നും പറഞ്ഞ് പോയി വെട്ടി വിഴുങ്ങി കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ സാത്താനിട്ട ചൂണ്ട, ആ ചൂണ്ട കാണാതെ കണ്ട് അതേ പറ്റിപ്പിടിച്ചിരുന്ന തീറ്റ കണ്ടോണ്ട് നമ്മൾ പോയിട്ട് അത് വിഴുങ്ങിയിട്ട് ഇപ്പൊ തൊണ്ടയ്ക്ക് കുടുങ്ങി കിടക്കുക. അവന്റെ ചൂണ്ടകൾ ഏതെല്ലാം വിധത്തിലാണ് സാത്താൻ ചൂണ്ടയിടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സാത്താൻ ഇടുന്ന ഏറ്റവും വലിയ അവനെ ഈ ചൂണ്ടയിടയിൽ തുടങ്ങിയത് മെയിനായിട്ടും എന്തിനു വേണ്ടിയാണെന്നറിയോ? ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ, ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആത്മാക്കളെ എങ്ങനെയെങ്കിലും ചൂണ്ടയിട്ട് പിടിച്ച് അവൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരണം. വിശുദ്ധ സെബാസ്റ്റ്യൻ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ശ്രദ്ധേയമാണ്. വിശുദ്ധ സെബാസ്റ്റ്യൻ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ക്രിസ്തുവിൻ്റെതായ ആത്മാക്കളെ തട്ടിയെടുക്കാൻ പിശാച് സർവ കഴിവും ഉപയോഗിക്കും. ചെറിയ രീതിയിലല്ല നോക്കുക, സർവ കഴിവും. അതുകൊണ്ട് അവന് ഇടവകയിലെ ഏതാനും കുഞ്ഞാടുകളെ തട്ടിയെടുക്കാൻ മാത്രമല്ല നോക്കുന്നത്, വികാരിയച്ഛനെ തട്ടിയെടുക്കാനും നോക്കും. അതിലേറെ അവന് ഇഷ്ടമാണ് ധ്യാനഗുരുക്കന്മാരെ കിട്ടുവാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അവന് പല രീതിയിലുള്ള തീറ്റ ഇങ്ങനെ ചൂണ്ടയിൽ ഇട്ടുകൊണ്ട് കാണിച്ചു കൊടുക്കും. അതൊക്കെ കണ്ടു വേണമെങ്കിൽ നമുക്ക് ഓടിപ്പോയി കൊത്താം, അത് വെട്ടി വിഴുങ്ങാം. പക്ഷേ അത് നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു കാലത്ത് വലിയ സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷ ചെയ്തിരുന്നവര് ഇന്നിപ്പം ആ ലൂസിഫറിനെ പോലെ വെട്ടി താഴേക്ക് എറിയപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ശുശ്രൂഷകരെ നമ്മൾ കണ്ടെന്ന് വരും. അത് വരാതിരിക്കാൻ നമ്മൾ ഈ ഒരു മേഖലയിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ സെബാസ്റ്റ്യൻ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെതായ ആത്മാക്കളെ തട്ടിയെടുക്കാൻ പിശാച് സർവ കഴിവും ഉപയോഗിക്കും. അവനിൽ നിന്ന് അവ പിടിച്ചെടുത്ത് ദൈവത്തെ ഏൽപ്പിക്കാൻ എന്തു ചെയ്യുന്നതും അധികമാകത്തില്ല. ശരിക്കും നിങ്ങൾ ഒരു വടംവലിയില് മത്സരിക്കാൻ വേണ്ടി ഊർജിതമായിട്ട് ആ വടത്തെ പിടിച്ച് വലിക്കുന്ന അത്രയെങ്കിലും ഒരാത്മാവിനെ സാത്താന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാനുള്ള ഒരു പ്രയത്നം നടത്തുന്നുണ്ടോ? ഇതെല്ലാം ഇങ്ങനെ വല്ല മത്സരമൊക്കെ വരുവാണ്, അന്ന് ആകെപ്പാടെ ശരീരം അനങ്ങി ഒന്ന് പിടിക്കണം. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ സർവ്വ കഴിവും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് എവിടെയാണെന്ന് ഇവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സാത്താന്റെ പിടിയിലേക്ക് പോയിരിക്കുന്ന ആത്മാക്കളെ നമ്മൾ സർവ്വ കഴിവ് ഉപയോഗിച്ച് തിരിച്ച് പിടിച്ച് കർത്താവിനെ ഏൽപ്പിക്കണം. അതിന് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കിടക്കണമെങ്കിൽ നമുക്ക് വല്ല ആത്മാക്കളെ നേടിയെടുക്കാൻ പറ്റിയെന്ന് വരുമോ? നമ്മുടെ ആത്മാവിൻ്റെ കാര്യം നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഈ ആത്മാവിനെ സാത്താൻ തട്ടിയെടുക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. സാത്താൻ്റെ വലിയൊരു ചൂണ്ടയാണ് നമ്മളെ പാപത്തിൽ കെട്ടിയിടുക. പാപത്തിൽ കെട്ടിയിടുക. നിങ്ങളുടെ ആഗ്രഹം പാപം ചെയ്യാതിരിക്കാൻ, പക്ഷെ അവൻ നിങ്ങളെ പാപം ചെയ്യിക്കും. റോമാലേഖനം 7-ാം അധ്യായം 15 മുതൽ വായിച്ചാൽ ഈ അവസ്ഥ പറഞ്ഞ് പ്രാർത്ഥന സ്വീകരിക്കുന്ന പലരും ഞാനും കണ്ടിട്ടുണ്ട്. അച്ഛാ, എനിക്ക് നന്മ ചെയ്യാനാണ് ഇഷ്ടം, എനിക്ക് ഈ തിന്മ ഇത് ഉപേക്ഷിക്കണമെന്നാണ് ഇഷ്ടം, പക്ഷേ ഞാൻ ഈ തിന്മ തന്നെ ചെയ്തു പോവുക, എനിക്ക് ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം കിട്ടണം. പൗലോസ്ലീഹ പോലും കണ്ണുനീരോടെ കരഞ്ഞു പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. പോയി എവിടെയെങ്കിലും പോയിട്ട് ഒരു വിടുതൽ പ്രാർത്ഥന സ്വീകരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വൈദികൻ ആ അഭിഷേകത്തിൻ്റെ ആ ഒരു അധികാരത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിടുതലുണ്ടാവും. പാപത്തിൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് മോചനം പ്രാപിക്കണം. കാരണം പാപമാണ് ഏറ്റവും വലിയ അടിമത്തമായിട്ട് നമ്മളിൽ നിൽക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ
എവിടെ പോകാനുള്ള ഫ്രീഡം ഉണ്ട്. ചിലരെ എനിക്കറിയാം, അവർക്ക് ആരോടും ഒന്നും ചോദിക്കണ്ട, ആരുടെയും പെർമിഷൻ വേണ്ട. എനിക്കിപ്പം യാത്ര ചെയ്യണമെന്ന് തോന്നി എനിക്ക് യാത്ര ചെയ്യാം. എനിക്കിപ്പോൾ എന്തെങ്കിലും പോയി മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കത് മേടിക്കാം. എനിക്ക് അതിനുള്ള കാശുണ്ട്. എനിക്ക് അതിന് ആരും തടസ്സം നിൽക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ വ്യക്തി നുണ പറയുന്നതിന് അടിമയാണെങ്കിൽ, നുണ പറയാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ, അവരാണ് ഏറ്റവും വലിയ അടിമ. ഇങ്ങനെ എല്ലായിടത്തുമൊക്കെ പോകാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിച്ചു അതാണോ ഫ്രീഡം? ശരിക്കുള്ള സ്വാതന്ത്ര്യം അതല്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ശരിക്കുള്ള ഫ്രീഡം നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള ഒരു അനുവാദമല്ല. ശരിക്കുള്ള ഫ്രീഡം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാനുള്ള ആ ഒരു തീരുമാനം, അത് നമുക്ക് പറ്റുന്നുണ്ടോ? ഞാൻ ചെയ്യേണ്ടത് എന്താണ് അത് ഞാൻ ചെയ്യും, ഞാൻ ചെയ്യരുതാത്ത കാര്യം ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാവുന്ന ഒരു മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ അതാണ് ശരിക്കുള്ള ഫ്രീഡം. നെൽസൺ മണ്ടേല അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ഫ്രീഡം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കൈകാലുകളിലെ ചങ്ങലകൾ മാറി, അല്ലെ നിങ്ങൾ ജയിൽവാസം തീർന്ന് അവിടുന്ന് പുറത്തു വന്നെന്ന് വിചാരിച്ച് നിങ്ങൾ ഫ്രീ ആയെന്നൊന്നും വിചാരിക്കരുത്. അതല്ല സ്വാതന്ത്ര്യം. ശരിക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കാൻ നമുക്ക് പറ്റുന്നതാണ്. ഞാൻ കാരണം, എൻ്റെ സംസാരം കാരണം, എൻ്റെ പെരുമാറ്റം കാരണം വേറൊരാൾക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ഒരു കാര്യത്തിന് എന്നെ വിട്ടുകൊടുക്കില്ല എന്ന് ചിന്തിക്കാൻ പറ്റുന്നവരാണെങ്കിൽ യു ആർ ഫ്രീ. അവിടെയാണ് നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ബുദ്ധിയെ അന്ധമാക്കുന്നത് ദുരാത്മാവിൻ്റെ ഒരു കെണിയാണ്. ബുദ്ധിയെ അന്ധമാക്കുന്നത്. ഇതേക്കുറിച്ച് നിങ്ങൾ എഫേസസ് 4:18 വായിച്ചാൽ കാണാൻ പറ്റും. ചിലർക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ബുദ്ധിയാണ്. എനിക്കെൻ്റെ ബുദ്ധിയിൽ പിടികിട്ടുന്നത് മാത്രമേ ഞാൻ അംഗീകരിക്കത്തുള്ളൂ. അല്ലാത്ത വല്ലതും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവര് ബുദ്ധിയിൽ അന്ധകാരം പ്രാപിച്ചവരാണ്. ഇനി അങ്ങനെയുള്ളവർക്ക് വിശ്വാസിക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം കിട്ടിയെന്ന് വരത്തില്ല. അത് കിട്ടണമെങ്കിൽ നമ്മൾ വിശ്വാസത്തിലേക്ക് എടുത്ത് ചാടാൻ, ദൈവത്തിൻ്റെ വചനങ്ങള് വിശ്വാസത്തിൽ എടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർക്ക് അത് സാധ്യമാകത്തുള്ളൂ. ഇന്ന് ഒത്തിരി പേരിൽ സാത്താൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ് കൺഫ്യൂഷൻ. മലയാളത്തിൽ ആശയക്കുഴപ്പം എന്ന് പറയും. ഇങ്ങനെ ഒരു ദുരാത്മാവ് ഉണ്ടെന്ന് ബൈബിളിലുണ്ട് കേട്ടോ. നിങ്ങൾ യെശയ്യ 19:14 വായിച്ചാൽ, യെശയ്യ 19:14 നമ്മൾ കാണുന്നത് ആശയക്കുഴപ്പത്തിൻ്റെ ദുരാത്മാവ് അവരിലുണ്ട്. സിനിമാ ഫീൽഡിലാണെങ്കിൽ അവർ ഇതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്, ഒരു കാലത്ത് ഞാൻ മനസ്സിലാക്കിയതാണ്, ഒത്തിരി പേരുടെ നാവിൽ നിന്നും വീണുകൊണ്ടിരുന്നൊരു പാട്ടുണ്ട്, കൺഫ്യൂഷൻ തീർക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം നമ്മളിൽ സൃഷ്ടിക്കുന്നത് ദുരാത്മാവ്. ചിലർക്ക് നല്ലൊരു തീരുമാനമെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരുടെ മനസ്സിൽ കൂടെ നിരന്തരം പൊക്കോണ്ടിരിക്കുന്നത് ഈ അത് വേണോ ഇത് വേണോ, അല്ല അത് വേണ്ട ഇത് വേണ്ട, അങ്ങനെയുള്ള ആശയക്കുഴപ്പം. ഈ ആശയക്കുഴപ്പത്തിൻ്റെ ദുരാത്മാവിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കണം. മറ്റൊന്ന്, ഇന്ന് ഒത്തിരി പേര് വചനം ആസ്വദിക്കുന്നതിനേക്കാൾ അവര് ഒരു തമാശോ അല്ലെങ്കിൽ ഭക്ഷണമോ അങ്ങനെയുള്ളതൊക്കെ ആസ്വദിക്കും. കാരണം എന്നാണെന്നറിയോ? വചനത്തിൻ്റെ പ്രകാശം അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം അവരുടെ മനസ്സ് അന്ധമായിരിക്കും. 2 കൊറിന്തോസ് 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം ഒന്ന് എടുത്താൽ മതി. 2 കൊറിന്തോസ് 4-ാം അധ്യായം 4-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു അന്ധതയെക്കുറിച്ചാണ്. മനസ്സിൻ്റെ അന്ധത. ഇത് സാത്താൻ കൊണ്ടുവരുന്ന ഒരു അന്ധതയാണ്. അത് നമ്മളെ കിടപ്പുണ്ട്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ അന്ധത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഈ നമ്മുടെ സംസാരം വികലമാക്കുന്ന, എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കാതെ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രമല്ല നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു തുമ്പും തരാലും ഒന്നുമില്ല. അങ്ങനെ ഒരു വചനഭാഗം ഉണ്ട് കേട്ടോ. നിങ്ങൾ
1 സാമുവേൽ 18, 10, 11 വചനങ്ങൾ വായിച്ചാൽ മതി. ഒരു ദുരാത്മാവ് സാവൂളിൽ കയറി. അത് കഴിഞ്ഞപ്പം അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഒരു ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് നടന്നു. ഡിസ്റ്റോർട്ടഡ് സ്പീച്ച് എന്ന് പറയും. നമ്മുടെ സംസാരത്തെ വികലമാക്കുന്ന ദുരാത്മാവ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുമ്പും തരാലോ. അതുകൊണ്ട് ചിലർ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർ ചോദിക്കും, നിനക്കെന്നെ വല്ല ഭ്രാന്തായോ, നീ എന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സംസാരത്തെ വികലമാക്കുന്ന ദുരാത്മാവ്. നിസ്സാരം ഷുഗർ താന്നാൽ പോലും നമ്മുടെ സംസാരം വികലമാവും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ മിണ്ടാൻ മേലാത്ത അവസ്ഥയായി. അപ്പോൾ പിന്നെ അശുദ്ധാത്മാവ് കയറിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ദുരാത്മാവ്, കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്ന ദുരാത്മാവ്. എല്ലാം വചനത്തിലുള്ള കേട്ടോ. നിങ്ങൾ ആ തോബിത്ത് 3-ാം അധ്യായം വായിച്ച ആത്മഹത്യക്ക് സാറായെ പ്രേരിപ്പിച്ച ദുരാത്മാവ് അസ്മദേവൂസ്. 1 സാമുവേൽ 18, 19 വചനങ്ങൾ വായിച്ചാൽ 18, 19 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും സാവൂളിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ദുരാത്മാവ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബൈബിളിൽ കൃത്യമായിട്ട് നമ്മളെ ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു വിടുതലാണ്, വിമോചനം. യേശു കൊണ്ടുവന്ന വിമോചനം. ഈ ഒരു വിമോചനം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവര് സാത്താനെ പേടിക്കേണ്ടതേ ഇല്ല എന്ന് ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്.